എപ്പോഴും ഒരേ സാധനം തന്നെ ഉപയോഗിക്കുമ്പോൾ അവർക്ക് ഭയങ്കര ബോറടിയാണ്. അപ്പൊ അവർക്കും വേണ്ടേ ഒരു വ്യത്യസ്തത. അങ്ങനെ വ്യത്യസ്തത ആഗ്രഹിക്കുന്ന ആളുകളാണ് പല പല സംഭവങ്ങൾ ഉപയോഗിക്കുന്നത്. അപ്പൊ ഞാൻ പറയുന്നത് ഇത്തരം സിറ്റുവേഷൻഷിപ്പുമായി നടക്കുന്ന ആളുകളിൽ നമ്മൾ ചെന്ന് പെടാതിരുന്നാൽ മതിയെന്ന്. അവരെ നന്നാക്കാൻ നമുക്ക് പറ്റുമോ? ഇല്ല. അപ്പൊ നമ്മൾ ഏതെങ്കിലും ഒരു ബന്ധത്തില് ചെന്ന് പെടുമ്പോൾ നമ്മൾ അവരെ കുറിച്ച് പ്രോപ്പറായിട്ട് തന്നെ അന്വേഷിക്കണം. ഒരാളെ പെട്ടെന്ന് കണ്ടു, അപ്പൊ തന്നെ ഒരു ക്രഷ് തോന്നി, അപ്പൊ തന്നെ അത് ഇൻഫാക്ച്വേഷൻ വളർന്ന് മനസ്സിനുള്ളിൽ മഞ്ഞ് പെയ്യുന്ന സുഖമൊന്നും വന്നു കഴിഞ്ഞാൽ ഇന്നത്തെ കാലത്ത് നടക്കില്ല. കാരണം ഇന്ന് പ്രത്യേകിച്ചും ഈ ഫോൺ ഉള്ളത് കൊണ്ട് നമുക്ക് ആരെ വേണമെങ്കിൽ വളരെ ഈസി ആയിട്ട് ചീറ്റ് ചെയ്യാൻ പറ്റും. പഴയ കാലഘട്ടത്തിൽ അതൊന്നും പറ്റില്ല. ഒരു പ്രേമലേഖനം എഴുതണം, ഒരു സുഹൃത്തിന്റെ കയ്യിൽ കൊടുത്തു വിടണം, അവരെന്നിട്ട് അത് ടെക്സ്റ്റ് ബുക്കിന്റെ ഉള്ളിൽ അടച്ചു വെക്കണം, വീട്ടിൽ അവരെത്തിയിട്ട് അത് തുറക്കുമ്പോൾ ആ പ്രേമലേഖനം വായിക്കണം. എന്ത് വലിയ പ്രൊസീജിയറാണെന്നറിയോ? അതിന്റെ മറുപടി കിട്ടണമെന്നുണ്ടെങ്കിൽ പിന്നെ അടുത്ത ആഴ്ച അവർ ട്യൂഷൻ ക്ലാസ്സിൽ വരണം, ട്യൂഷൻ ക്ലാസ്സിൽ നോക്കി കണ്ണിൽ നോക്കണം. ഇപ്പൊ അങ്ങനെയൊന്നുമല്ല, ഒക്കെ ക്വിക്കല്ലേ. അപ്പൊ ആ ചീറ്റിങ്ങും വളരെ ഫാസ്റ്റ് ആയിരിക്കും. അപ്പൊ ആ രീതിയിൽ നമ്മള് ഡിസിഷൻ എടുക്കുമ്പോൾ ഒന്ന് പ്രോപ്പർ ആയിട്ട് എടുത്തു കഴിഞ്ഞാൽ ഇതിനൊക്കെ ഒരു പരിധി വരെയൊക്കെ. പിന്നെ നമ്മൾ വീഴാനുള്ളതാണെങ്കിൽ നമ്മൾ വീണിരിക്കും, വരാനുള്ളതാണെങ്കിൽ വന്നിരിക്കും. വണ്ടി വിളിച്ചിട്ടാ ട്രെയിൻ പിടിച്ചിട്ടൊക്കെ വരാനുള്ളത് വരും.